ഷീലാമ്മ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കുറച്ചും കൂടി മനോഹരമാക്കാനായിട്ട് രണ്ട് മിടുക്കി കുട്ടികളെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. എന്താ നമുക്കൊരു പ്രത്യേകത അല്ലെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം അത്രത്തോളം ഇഷ്ടപ്പെട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഇന്ത്യക്ക് പുറത്തുനിന്ന് അവർ വന്നിരിക്കുകയാണ് ഇതിനു വേണ്ടി മാത്രം. അപ്പോൾ കുറെ കൂടി ഇന്നത്തെ എപ്പിസോഡ് സംഗീതാത്മക ആക്കാനൊക്കെ ഈ കുട്ടികൾക്ക് പറ്റും. വളരെയധികം സ്നേഹത്തോടെ നമുക്ക് ഈ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്രത, വീരപ്രതാപൻ ആൻഡ് റിയാൻ. ഹായ്, രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഇതില് നമ്രത, റിയാൻ. ആരാണ് നമ്രത? റിയാൻ. ഈ നമ്രത വീരപ്രതാപൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഭയങ്കരമായിട്ടുള്ള ഒരു വലിയൊരു പേര്, പക്ഷെ ഒരു കുഞ്ഞാളാണ്. നമ്രത പറയൂ. നമ്രത മലയാളി അല്ല, തമിഴാണ് അല്ലെ? പക്ഷെ മലയാളം അറിയാം. എങ്ങനെ? ടീച്ചേഴ്സും ഫ്രണ്ട്സ് ഒക്കെ മലയാളീസ് ഉള്ളതുകൊണ്ട് പഠിച്ചു. തമിഴ്നാട്ടിൽ എവിടെയാണ്? ചെന്നൈയിൽ എവിടെ? ടി നഗർ. അയാളെ വീട്ടൊക്കെ അടുത്ത് തന്നെയാണ്. അതെ, അപ്പൊ അങ്ങനെ നാട്ടുകാരിയെ കൂടി പരിചയപ്പെടാൻ ഒരു അവസരം. ഇപ്പൊ കുവൈറ്റിലായിട്ട് എത്ര നാളായി? ജനിച്ചതൊക്കെ അവിടെ തന്നെയാണ്, കുവൈറ്റിലാണ്. റിയാൻ എങ്ങനെയാണ്? നാട്ടിലെവിടെയാണ്? നാട്ടില് തിരുവല്ല, പത്തനംതിട്ടയിലാണ്. റിയാനും ജനിച്ചത് കുവൈറ്റിൽ തന്നെയാണ്. ഷീലാമ്മ, ഇവർ ആദ്യമായിട്ടാണ് ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ റെഡ് കാർപ്പറ്റിന്റെ ഒരു റീച്ച് അത്രത്തോളം വളർന്നു എന്ന് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാവുകയാണ്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരണം എന്ന് ആഗ്രഹിച്ചതാണോ? എങ്ങനെയാണ് നമ്രത? കണ്ടിട്ടുണ്ട്. സോ വരണം എന്ന് ആഗ്രഹം തോന്നി. ആദ്യം ആരാ പറഞ്ഞത് നമുക്കിങ്ങനെ പോയാലോ റെഡ് കാർപ്പറ്റിൽ നിന്ന്? നിങ്ങളാണോ പറഞ്ഞത്, പാരന്റ്സ് ആണോ? സിജിത മാം ആയിരുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റി. ടീച്ചറാണ് പറഞ്ഞത്. ഓക്കെ. എനിക്ക് തോന്നുന്നു സിജിത മാം ഇവിടെ ഇതിനു മുമ്പ് വന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. സിജിത മാമിന്റെ സ്റ്റുഡൻസ് ആണ് ഇവർ രണ്ടുപേരും. അപ്പൊ മാം വന്ന് പറഞ്ഞപ്പോ ഇവിടെ വരാനുള്ള ഒരു ആഗ്രഹം കാണിച്ചു. വന്നതിൽ ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് കൂടെ വന്നിരിക്കുന്നവരെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം. ഒരു കളർഫുൾ ഫാമിലി അവിടെ വന്നിരിക്കുന്നുണ്ട്. ഷീലാമ്മ, അതില് ഒരാളതാ സിജിത. നമസ്കാരം. ഓർമ്മയുണ്ട്, ഇതാണ് നമ്മുടെ ഗുരു. സിജിത മാഡമാണ് ഇവരെ വീണ പഠിപ്പിക്കുന്ന അധ്യാപിക. കുവൈറ്റിലാണ്. അപ്പൊ പറയൂ, ഈ ഒരു സ്റ്റുഡൻസിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ റിയാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് തുടങ്ങിയതാണ്. ആക്ച്വലി LKG-യിലാണ് ഇയാളെ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അതെ, പാട്ട് പഠിക്കാനായിട്ട്. അന്നോട്ട് വീണ എൻ്റെ വീട്ടിലിരിക്കുന്ന കണ്ടിട്ട് ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ട് എനിക്ക് വീണ പഠിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ഞാൻ പറഞ്ഞു വീണയുടെ അത്രയെങ്കിലും ആവട്ടെ. ഞാൻ പറഞ്ഞ പോലെ 1ാം ക്ലാസ്സിൽ തുടങ്ങുന്നില്ല, കാരണം ഞാൻ 1ാം ക്ലാസ്സിൽ കുട്ടിയെ തുടങ്ങാറില്ല. പക്ഷേ അവളത് നേടിയെടുത്തു എന്നുള്ളതാണ്. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നും വന്ന് നോക്കും, വീണയുടെ അത്ര ആയോ. അതെ, മെഷർ ചെയ്ത് നോക്കും. ഞാൻ അത്ര ആയി മാം കുറച്ചുകൂടെ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തായിരുന്നാലും ഐ സ്റ്റാർട്ടഡ്. പക്ഷേ അവളത് നേടിയെടുത്തു. അതിലെനിക്ക് ഭയങ്കര, ഇപ്പോൾ ഈ ഒരു ഷോയിൽ വന്നതും അതേപോലെ നമ്രത, രണ്ടുപേരും ഭയങ്കര ടാലൻറ്റഡ് ആണ്. ഡെഡിക്കേഷൻ വേണം, അതുണ്ട്. അതവരെനിക്ക് തരുന്നുണ്ട്. പ്രാക്ടീസ്, അവരുടെ പ്രാക്ടീസ് ടൈം. അമ്മയുടെ പേര് പറഞ്ഞോളൂ. എന്റെ പേര് ബീന. വർക്ക് ചെയ്യാണോ അവിടെ? കുവൈറ്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നഴ്സാണ്. വർക്ക് ചെയ്യുന്നു. നമ്രതയുടെ അമ്മയെ കൂടി ഒന്ന് പരിചയപ്പെടാം. പേര്? ഹേമ. മലയാളം എല്ലാം അറിയും? കൊഞ്ചം തെരിയും. അപ്പൊ ഷീലാമിക്ക് തമിഴ് അറിയുന്നുണ്ട്. ഏതാവത് തമിഴില് കേളുങ്ക. എന്നാ വീരമഹാദേവി എന്താ പറഞ്ഞത്? വീരപ്രതാപൻ. വീരപ്രതാപൻ ആയിരിക്കും. ഓ, நீங்கதான் வீரപ്ரதாபன். Yes ma'am, thank you. அது சரி. அது என்ன, அது அப்படி ஒரு பேர் உங்களுக்கு வந்தது? தெரியல மேம். ஆக்சுவலா அவங்க அப்பா அம்மாக்கு ஏதாவது இப்போ ராஜ பரம்பரையா உங்களுக்கு ஏதாவது தொடர்பு இருந்ததா? அப்படி இல்ல மேம். Just they have to start with V. குழந்தை ஃபர்ஸ்ட் குழந்தை வீல ஸ்டார்ட் பண்றதுனால வீல வெச்சது. Nice to hear. கேக்கும்போது so much ma'am. V for victory. We are blessed ma'am. Thank you so much to see you all. We are blessed. Thank you so much. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. ആൻഡ് നിങ്ങൾക്കും ഭയങ്കര ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു ഷീലാമ്മയെ കണ്ടതിലും.